അടൂർ ജീവമാതാ കേന്ദ്രത്തിനെതിരെ വിമർശനം. അന്തേവാസികളായ അനാഥാലയത്തിലെ അന്തേവാസി ഗർഭിണിയായതിലാണ് നടപടി. അന്തേവാസികളായ പെൺകുട്ടികളെ മാറ്റാൻ CWC തീരുമാനം. വിശദാംശങ്ങളുമായി വിനു മോഹനൻ ചേരുന്നു. വിനു, ഹായ്, ഈ ഒരു വാർത്ത കണ്ടില്ലേ നിങ്ങൾ? അനാമിക വിഷ്ണു ജീവമാതാ കാരുണ്യ ഭവൻ. ശരിക്കും ഞാൻ ഈ ഒരു നാട്ടക്കേസ് പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ അവരെക്കുറിച്ച് പുറത്തു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണല്ലേ. ശരിക്കും ഉദയഗിരിജ എന്ന സ്ത്രീ എന്തൊരു ദുഷ്ടയാണല്ലേ. ആദ്യമൊക്കെ ഒരു വർഷത്തിന് മുന്നേ അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഒരു കുട്ടിയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടാട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് എന്ത് നല്ലൊരു സ്ത്രീയാണ്. പിള്ളേരെല്ലാം അമ്മയായിട്ടാണ് അവരെ കാണുന്നത്. പക്ഷേ ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുള്ള ഒരാളാണ്. നോർമലി നമ്മുടെ ഹോസ്റ്റലിലെ വാർഡൻസ് പോലും നമ്മളോട് ഇത്ര സ്നേഹത്തോടെ ഒന്നും സംസാരിക്കാറില്ല. അവർക്കെല്ലാം വരുന്ന ആളുകളോടൊരു സംശയമോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേടോ അവരുടെ ആരും അല്ലല്ലോ അല്ലേ. പക്ഷേ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെന്ത് നല്ലൊരു സ്ത്രീയായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യന് ഇവർ ശരിക്കും ഒരു വാർഡനാണ് അല്ലെങ്കിൽ ആ ഹോസ്റ്റൽ നടത്തിപ്പുകാരിയാണോ? കാരണം ആ മക്കളെയൊക്കെ എന്ത് നന്നായിട്ടാണ് നോക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആദ്യം ഇവരെക്കുറിച്ച് ഈ ഒരു വാർത്ത വന്നപ്പോഴും എല്ലാവരും പ്രസവത്തിൻ്റെ മാസക്കണക്കൊക്കെ എടുക്കാൻ പോയപ്പോഴും ഞാനിങ്ങനെയൊന്നും ചിന്തിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ചെയ്യണം എന്നാണ് ആദ്യം ആഗ്രഹിച്ചത്. കാരണം എന്താ, ഒരു പെണ്ണിൻ്റെ കാര്യമാണ് അത്, അവരുടെ പ്രസവം അവരുടെ പേഴ്സണൽ കാര്യമാണ്. നമ്മൾ എന്തിനാണ് അതിനകത്ത് കൈ കടത്തുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന കാര്യങ്ങൾ എന്ത് ദുഷ്ടയായ സ്ത്രീയാണല്ലേ. സ്വന്തം ഭർത്താവിനെ ഓർമ്മയ്ക്കായിട്ട് പണിത അല്ലെങ്കിൽ ഏറ്റെടുത്ത അനാഥാലയമാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഭർത്താവൊക്കെ എങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ കേൾക്കുമ്പോൾ കണ്ണു തള്ളിപ്പോകുന്നു. ഒരു സ്ത്രീക്ക് ഇത്രയേറെ അധപ്പതിക്കാൻ പറ്റുമോ? ഇത്രയേറെ ക്രൂരമായി പ്രവർത്തിക്കാൻ പറ്റുമോ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. ആ വീഡിയോ കണ്ടു നോക്കിയാൽ അവരെത്രത്തോളം ക്രൂരയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമസ്കാരം, ഞാനാണ് ഷഫീന എന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ വോയിസ് ഇട്ടിരിക്കുന്ന വ്യക്തി. എൻ്റെ നാട് പത്തനാപുരമാണ്. പത്തനാപുരം കുണ്ടയം എന്ന സ്ഥലത്താണ്. ഈ പറഞ്ഞ ഗിരിജയുടെ വീടിൻ്റെ ഏകദേശം ഈ ഉദയഗിരിജ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എനിക്കങ്ങനെ അറിയില്ല. എൻ്റെ നാട്ടിൽ ഇവരുടെ പേര് അമ്പിളി എന്നാണ്, ഇവരുടെ ചേച്ചിയുടെ പേര് മല്ലിക എന്നാണ്, പിന്നെ ഇവരുടെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഏകദേശം ഒരു 4-5 വീടിന് അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ചെറുപ്പം തൊട്ട് എനിക്ക് അറിയാവുന്ന വ്യക്തികളാണ് ഇവർ. അപ്പം ഇവർ ഈ പറഞ്ഞ അനി എന്ന് വിളിക്കുന്ന ഈ ചേട്ടനെയും എനിക്ക് നല്ലോണം അറിയാം. ഞാൻ അവരുടെ വീട്ടിൽ ഇതുപോലെ സ്ത്രീശക്തിയുടെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലോണം അറിയാം ആ ചേട്ടനെ. അപ്പോൾ ഈ പറഞ്ഞ ഈ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി, ഇപ്പോൾ നിങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഫേസ് കാണിക്കുന്നില്ല, എന്തുകൊണ്ട് ഫേസ് റിവീൽ ചെയ്യുന്നില്ല. അപ്പം ഞാനത് വേണ്ട എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഗിരിജ എന്നെ വിളിച്ചില്ല. ഗിരിജ എൻ്റെ കസിനെ വിളിക്കുകയും എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരും അറിഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ ഫേസ് കാണിക്കുന്നത് കൊണ്ട് ഇനി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതിന് നിയമപരമായി നേരിടാൻ എനിക്ക് നല്ല കഴിവുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ഗിരിജ എന്ന വ്യക്തി, നിങ്ങളൊരു കാര്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക വ്യൂവേഴ്സ് ഒന്ന് മറുപടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം, അപ്പോൾ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവർ ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയും ഒക്കെ. അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനം ഒന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ആ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ടൊരു സ്ഥാപനം, അതും 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ ഈ 2-3 വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ആ ചേട്ടൻ മരിക്കുമ്പോൾ ഇവർക്ക് ഈ സ്ഥാപനം ഒന്നുമില്ല. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവർ എന്താ പറയുക, അപ്പോൾ ഇവരൊരു വീഡിയോയിൽ പറയുന്ന കേട്ടു, ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. ആ ടൈമിൽ അന്നന്ന് കൊണ്ടുവന്ന് നിത്യവൃത്തി കഴിഞ്ഞുകൊണ്ടിരുന്ന ഇവർ എങ്ങനെയാണ് ഈ അനി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഇവരോട് പറയുന്നത്, എനിക്ക് നാളെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നീ എൻ്റെ ഇതിലേക്ക് വെക്കണം, അല്ലെങ്കിൽ എന്റെ ആഗ്രഹമാണ് എന്ന്. അതൊന്നും ഒരിക്കലും ഇവർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ സ്ഥാപകൻ എന്ന് പറയുന്നുണ്ട്. സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഈ പുള്ളി ജീവനോടില്ല, അതിനു മുമ്പ് ഈ പുള്ളി മരിച്ചു. പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങാൻ ഈ പുള്ളി അവിടെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ കാര്യം, ഈ പുള്ളി കുത്തുകൊണ്ടാണ് മരിച്ചത്. ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തനാപുരം ടൗണിൽ കുത്തുകൊണ്ട് മരിച്ചു വീഴുകയായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീയും ഈ വേറൊരു പുരുഷൻ അയാളെപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ കാണാറുണ്ടായിരുന്നു. പിന്നെ ഈ ആളും കൂടി കല്ലുംകടവ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ഈ അനി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഈ സ്ത്രീയെ തല്ലുകയും ഭയങ്കര വരക്കൊക്കെ ഉണ്ടാകുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ അതുവരെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഒരാഴ്ച ആയെന്ന് തോന്നുന്നു, ഒരുപാട് നാൾ, ഒരുപാട് വർഷങ്ങളായി, എനിക്ക് അത്ര കൃത്യമായിട്ട് ഇത് ടൈം ഒന്നും ഞാൻ ഓർത്ത് വെക്കുന്നില്ല, വർഷങ്ങൾ ഞാൻ ഓർത്ത് വെക്കുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞ് കുറച്ച് നാളായതേ ഉള്ളൂ ഈ ചേട്ടൻ പത്തനാപുരത്ത് വെച്ച് കുത്തുകൊണ്ട് മരിക്കുന്നത്. അപ്പോൾ പത്രത്തിലൊക്കെ വാർത്ത വന്നപ്പോൾ ഈ പുള്ളിയുടെ ഫോട്ടോ ഞാനത് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഒന്നാമത്തത്. രണ്ടാമത്, ഈ പറഞ്ഞ ഗിരിജ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാവുന്നത്? അവർക്ക് എവിടെ നിന്നാണ് ഇത്രയ്ക്കും പൈസ? കാരണം അവർ ചാരിറ്റി ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള
പാവങ്ങൾക്കും അച്ഛനും അമ്മയില്ലാത്ത കുട്ടികൾക്ക് അവർക്ക് വേണ്ടി ഉപകരിക്കാതെ, അവർക്ക് വേണ്ടി നാളത്തേന് മാറ്റി വെക്കാതെ, സ്വന്തം കാര്യങ്ങൾ അതെടുത്ത് ചെലവ് നടത്തുന്ന എല്ലാ ചാരിറ്റികളും എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യുന്നു പറയുന്നില്ല. പക്ഷേ ഇവര് അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഇത്രയും വസ്തുക്കൾ ഇപ്പോൾ ഉണ്ടായത് തന്നെ. അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കെതിരെ ഇവർക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അവർ വീഡിയോ ഇട്ടോട്ടെ. അതിനുശേഷം ഞാൻ അതിന് എനിക്ക് സ്ത്രീ അങ്ങനെ ഞാൻ 2-3 വട്ടം ഇവരോട് സംസാരിച്ചിട്ടുള്ളൂ. അവിടെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞാൽ 2-3 വട്ടം ഞാൻ ഇവരോട് സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് അധികം ഇതൊന്നും അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടോ, ഇത്രയും ക്രൂരത ചെയ്ത ഒരു സ്ത്രീക്കാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം കൊടുത്തിരുന്നത്. ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, നിങ്ങൾ ദൈവത്തിന് തുല്യമാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും ക്രൂരത ചെയ്ത ഒരു സ്ത്രീ അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടും അവരുടെ വിവരമില്ലായ്മ കൊണ്ടുമാണ് നമ്മൾ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത്. എന്നാൽ ഇതുപോലെ തന്നെ എത്ര സ്ഥാപനങ്ങൾ ഉണ്ടാവാം, ഒന്ന് ഓർത്ത് നോക്കിക്കേ.